നിങ്ങൾ തന്നെ വിശ്വസിക്കത്തില്ല, നിങ്ങളെ ദൈവം വെച്ചിരിക്കുന്ന മിഷൻ ഭയങ്കരമായിരിക്കും. ഇപ്പം നിങ്ങൾ മറഞ്ഞിരിക്കുക, പക്ഷെ ഒരു സന്ദർഭം വരുമ്പം ദൈവം നിങ്ങളെ എടുത്ത് ഉപയോഗിക്കും. ഇവിടെ പറഞ്ഞ കാര്യം, ആ ആയുധത്തെ ദൈവം മറച്ചു വെച്ചിരിക്കുമായിരുന്നു. തൻ്റെ എവിടെയായിരുന്നു അങ്ങനെ ഇരിക്കുന്നേ? തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. ഈ ഒളിപ്പിക്കുന്നതിന്റെ പ്രത്യേകത, നമ്മൾ യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുവാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട്, ചില ആൾക്കാർ ഈ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ചൊക്കെയുള്ള യൂട്യൂബ് വീഡിയോ ഒക്കെ ഒത്തിരി കാണും. എന്നിട്ട് പറയും, ബ്രദറെ എനിക്ക് ഭയങ്കര അറ്റാക്ക്, ഞാൻ ഇന്നലെ കിടന്ന സമയത്ത് ഒരു കാര്യം ഇങ്ങനെ വന്നു, അങ്ങനെ വന്നു. അറ്റാക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. റിയാലിറ്റി, നമ്മൾ യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുവാണ്. തൻ്റെ കൈയുടെ നിഴലിൽ ഞാൻ മറഞ്ഞിരിക്കുവാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴുവാൻ പാർക്കുകയും ചെയ്യുന്നവൻ. നമ്മൾ ഹിഡനാണ്. യേശു ക്രിസ്തുവിലുള്ള വ്യക്തി ഹിഡനാണ്. പിശാചിനെ പിടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാവോ, ശൗല് ദാവീദിനെ ഇട്ട് ഓടിക്കുക, നിസ്സാരമായിട്ട് പിടിക്കാം, പക്ഷെ പറ്റുന്നില്ല. കാരണം ദാവീദ് ശൗലിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുക, ദൈവം മറച്ചു വെച്ചിരിക്കുക, പിടിക്കാൻ പറ്റത്തില്ല. വേറൊരു കാര്യം പറയാം. ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ ശൗലിനെ തള്ളിക്കളഞ്ഞു, ഞാൻ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും, ജസ്സി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ ചെന്നിട്ട് അവന്റെ മകനെ അഭിഷേകം ചെയ്യണം. ശമൂവേൽ പ്രവാചകൻ ചെന്നു, തൈലക്കൊമ്പുമായിട്ട് ചെന്നു. ആദ്യം കണ്ട വ്യക്തിയുടെ മേൽ ഈ അഭിഷേക തൈലം ഒഴിക്കാൻ വേണ്ടി സമയത്ത് ദൈവം പറഞ്ഞു, ഇതല്ല, വേറെ ആളാണ്. അടുത്തയാളെ പിടിച്ചു. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ശമൂവേൽ പ്രവാചകന് പേര് വെളിപ്പെട്ടില്ല? ലാസ്റ്റ് ദൈവം പറഞ്ഞു, ഒരാൾ ആട് മേയ്ക്കാൻ പോയിട്ടുണ്ട്, ആളെ വിളിക്കുക. ദാവീദിനെ ദൈവം ഒരു സമയം വരെ പ്രവാചകന് പോലും മറച്ചിരിക്കുമായിരുന്നു. ദാവീദ് ഹിഡനായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പം നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഒന്നും ആരും കാണുന്നില്ല, നിങ്ങളുടെ മിനിസ്ട്രി ആരും കാണുന്നില്ല. ദൈവം വെച്ച സമയത്ത് നിങ്ങൾ വെളിപ്പെടും. ആ വെളിപ്പെടൽ, അത് ഭയങ്കര വെളിപ്പെടലായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളെ ദൈവം മറച്ചിരിക്കുക. നിങ്ങളുടെ മിനിസ്ട്രി വെളിപ്പെടുമ്പോൾ അത് അസാധാരണമായ ലെവലിൽ വെളിപ്പെടും.